ഒരു സ്ത്രീയെ ഇഷ്ടപ്പെടുമ്പോൾ നിന്റെ മനസ്സ് അവളെക്കുറിച്ച് മാത്രമാകാം. ഫോൺ നിരന്തരം പരിശോധിക്കുന്നു, അവളുടെ മറുപടിക്കായി കാത്തിരിക്കുന്നു, മറുപടി വൈകുമ്പോൾ ഉത്കണ്ഠ തോന്നുന്നു. പക്ഷേ അവൾ നിന്നെ ദിവസവും വിളിക്കാനും ടെക്സ്റ്റ് ചെയ്യാനും ആഗ്രഹിക്കണമെങ്കിൽ രഹസ്യം കൃത്യമായ മെസ്സേജല്ല. നിന്റെ മനോഭാവത്തിൽ ആന്തരിക മാറ്റം വരുത്തുക. നിന്റെ ആത്മവിശ്വാസവും ശാന്തതയും അവളെ നിന്റെ സാന്നിധ്യത്തിലേക്ക് ആകർഷിക്കും. ഈ വീഡിയോയിൽ ചില പ്രായോഗിക ഉപദേശങ്ങൾ ഞാൻ പങ്കുവയ്ക്കും, അത് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും. ഈ ഉപദേശങ്ങൾ നിന്റെ ബന്ധങ്ങളെ ആരോഗ്യകരവും ആകർഷകവുമാക്കും, ഒപ്പം അവളെ സ്വാഭാവികമായി നിന്നെ സമീപിക്കാൻ പ്രേരിപ്പിക്കും. തയ്യാറാണോ? നമുക്ക് തുടങ്ങാം. നിനക്ക് വേണ്ട ബന്ധത്തിന്റെ സംസ്കാരം സൃഷ്ടിക്കുക. നിന്റെ ശ്രദ്ധ അവളുടെ മറുപടിയിൽ മാത്രമാകുമ്പോൾ നീ നിന്റെ ആന്തരിക ശക്തി കൈമാറുകയാണ്. അവളെ പിന്തുടരുന്നതിന് പകരം അവൾ സ്വയം നിന്നെ സമീപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബന്ധത്തിന്റെ സംസ്കാരം സൃഷ്ടിക്കുക. നിന്റെ ആശയവിനിമയം ഊഷ്മളവും യഥാർത്ഥവും ആകണം. അവളുടെ ജീവിതത്തിൽ താൽപ്പര്യം കാണിക്കുക, നിന്റെ ദിവസത്തിലെ രസകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കുക. ഈ സമീപനം ബന്ധത്തെ സുരക്ഷിതവും ആനന്ദകരവുമാക്കും, ഒപ്പം അവൾക്ക് നിന്നെ സമീപിക്കാൻ പ്രേരണ നൽകും. നിന്റെ ആശയവിനിമയം എപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാകരുത്. ഇടയ്ക്ക് അവൾക്ക് നിന്റെ സാന്നിധ്യം ഓർക്കാൻ ഇടം നൽകുക. ഈ നിഗൂഢത അവളെ നിന്നെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കും, ഒപ്പം നിന്റെ മൂല്യം മനസ്സിലാക്കാൻ സഹായിക്കും. നിന്റെ ശ്രദ്ധ നിന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കുക. ഈ ആന്തരിക ശക്തി അവളെ ആകർഷിക്കും, ഒപ്പം അവൾ സ്വാഭാവികമായി നിന്നെ ടെക്സ്റ്റ് ചെയ്യാനോ വിളിക്കാനോ തുടങ്ങും, കാരണം നിന്റെ സാന്നിധ്യം അവൾക്ക് ആനന്ദവും വിശ്വാസവും നൽകുന്നു. അവളെ അനുകരിക്കരുത്, മാതൃകയാകുക. നിന്റെ ആശയവിനിമയം അവളുടെ മറുപടികളെ ആശ്രയിക്കുമ്പോൾ ബന്ധം ഒരു മത്സരമായി മാറുന്നു. അവൾ മറുപടി വൈകിപ്പിക്കുന്നുവെങ്കിൽ നിന്റെ മറുപടിയും വൈകിപ്പിക്കുന്നത് ആകർഷണത്തെ ദുർബലപ്പെടുത്തും. പകരം നിനക്ക് വേണ്ട ബന്ധത്തിന്റെ മാതൃകയാകുക. നിന്റെ ആശയവിനിമയം ഊഷ്മളവും യഥാർത്ഥവും താൽപ്പര്യം കാണിക്കുന്നതുമാകണം. അവളുടെ ജീവിതത്തിൽ ശ്രദ്ധ കാണിക്കുക, നിന്റെ ദിവസത്തെ രസകരമായ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുക. ഈ ശൈലി ബന്ധത്തെ സുരക്ഷിതവും ആനന്ദകരവുമാക്കും. നിന്റെ ആശയവിനിമയം അവളുടെ മറുപടിയെ ആശ്രയിക്കാതെ നിന്റെ ആന്തരിക ആത്മവിശ്വാസത്തിൽ നിന്ന് വരണം. നീ മുന്നിൽ നിന്ന് നയിക്കുന്നു, അവളുടെ പ്രവൃത്തികളെ പിന്തുടരുന്നില്ല. ഈ മനോഭാവം അവൾക്ക് വിശ്വാസവും സന്തോഷവും നൽകും, ഒപ്പം അവൾ നിന്റെ ഊർജ്ജത്തെ സ്വാഭാവികമായി അനുകരിക്കാൻ തുടങ്ങും. ഈ ആത്മവിശ്വാസം ബന്ധത്തെ ആഴമേറിയതാക്കും, ഒപ്പം അവൾ നിന്നെ സ്വയം സമീപിക്കാൻ ആഗ്രഹിക്കും. പരസ്പരത നിന്നിൽ നിന്ന് തുടങ്ങുന്നു. നിന്റെ ആശയവിനിമയം യഥാർത്ഥവും ഊഷ്മളവുമായിരിക്കണം. അവളുടെ മറുപടിക്കായി മാത്രം മെസ്സേജ് അയക്കുന്നത് അവൾക്ക് മനസ്സിലാകും, ഒപ്പം ആകർഷണം കുറയ്ക്കും. പകരം നിന്റെ മെസ്സേജുകൾ അവളുടെ ജീവിതത്തിൽ യഥാർത്ഥ താൽപ്പര്യം കാണിക്കുന്നതാകണം. നിന്റെ ദിവസത്തിലെ രസകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കുക, അവളെ സന്തോഷിപ്പിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുക. ഈ ശൈലി അവൾക്ക് ആനന്ദവും വിശ്വാസവും നൽകും. നിന്റെ ആശയവിനിമയം പ്രതീക്ഷകളില്ലാതെ യഥാർത്ഥമായ ശ്രദ്ധയിൽ നിന്ന് വരണം. ഈ ഊർജ്ജം അവളെ ആകർഷിക്കും, കാരണം അവൾ നിന്റെ യഥാർത്ഥത അനുഭവിക്കും. അവൾക്ക് മറുപടി നൽകാൻ പ്രേരണ തോന്നും, കാരണം നിന്റെ മെസ്സേജുകൾ അവളെ വിലമതിക്കുന്നു. ഈ പരസ്പരത ബന്ധത്തെ സന്തോഷപൂർണ്ണമാക്കും, ഒപ്പം അവൾ നിന്നെ സ്വാഭാവികമായി ടെക്സ്റ്റ് ചെയ്യാനോ വിളിക്കാനോ തുടങ്ങും, കാരണം നിന്റെ സാന്നിധ്യം അവൾക്ക് ആനന്ദം നൽകുന്നു. ഒരു മാനദണ്ഡം സജ്ജമാക്കി അതിൽ ഉറച്ചു നിൽക്കുക. നിന്റെ ബന്ധത്തിൽ നിന്റെ പ്രവൃത്തികൾ മറ്റുള്ളവർ നിന്നെ എങ്ങനെ കാണുന്നു എന്ന് നിർണ്ണയിക്കുന്നു. നിന്റെ ആശയവിനിമയം ശ്രദ്ധയോടെയും ദയോടെയും ആണെങ്കിലും അവളുടെ മറുപടികൾ ലളിതമോ അലസമോ ആണെങ്കിൽ ഒരു പടി പിന്നോട്ട് വെക്കുക. ഇത് നിന്റെ സ്വന്തം മൂല്യത്തെ ബഹുമാനിക്കലാണ്. നിന്റെ സമയവും ശ്രദ്ധയും വിലപ്പെട്ടതാണ്. ഈ മൂല്യം നിന്റെ പ്രവൃത്തികളിലൂടെ കാണിക്കുക. നിന്റെ ആശയവിനിമയത്തിൽ പരസ്പര ബഹുമാനം വേണം. എല്ലാ ദിവസവും മെസ്സേജ് അയക്കുന്നതിന് പകരം അവൾക്ക് നിന്നെ സമീപിക്കാൻ ഇടം നൽകുക. ഈ ഇടവേള അവൾക്ക് നിന്റെ സാന്നിധ്യത്തിന്റെ മൂല്യം മനസ്സിലാക്കാൻ സഹായിക്കും, ഒപ്പം നിന്റെ ശ്രദ്ധയെ വിലമതിക്കാൻ പ്രേരിപ്പിക്കും. നിന്റെ ആത്മവിശ്വാസവും സ്വന്തം മൂല്യത്തോടുള്ള ബഹുമാനവും അവളെ ആകർഷിക്കും. ഈ മാനദണ്ഡം ബന്ധത്തെ ആരോഗ്യകരമാക്കും, ഒപ്പം അവൾ നിന്നെ സ്വയം ടെക്സ്റ്റ് ചെയ്യാനോ വിളിക്കാനോ തുടങ്ങും. സാന്നിധ്യം കാണിക്കുക, നിർബന്ധിക്കരുത്. നിന്റെ താൽപ്പര്യം കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അമിതമായി മെസ്സേജ് അയക്കുന്നത് അവളെ അകറ്റും. നിരന്തരമായ ആശയവിനിമയം അവൾക്ക് സമ്മർദ്ദമായി തോന്നാം, ഒപ്പം ആകർഷണം കുറയ്ക്കാം. പകരം ഓരോ ആശയവിനിമയത്തിലും യഥാർത്ഥ സാന്നിധ്യം കാണിക്കുക. നിന്റെ മെസ്സേജുകൾ ഊഷ്മളവും അർത്ഥവത്തും അവളുടെ ജീവിതത്തിൽ താൽപ്പര്യം കാണിക്കുന്നതുമാകണം. ഒരു മെസ്സേജ് അയച്ച ശേഷം അവളുടെ മറുപടിക്കായി കാത്തിരിക്കുക, നിന്റെ ആന്തരിക നിയന്ത്രണം കാണിക്കുക.
ഈ ശൈലി നിന്റെ ആശയവിനിമയത്തെ അർത്ഥവത്താക്കും, ഒപ്പം അവൾക്ക് നിന്നെ സമീപിക്കാൻ ഇടം നൽകും. നിന്റെ ശാന്തതയും ആന്തരിക ആത്മവിശ്വാസവും അവളെ ആകർഷിക്കും, കാരണം നിന്റെ ശ്രദ്ധ പ്രതീക്ഷകളില്ലാത്തതാണ്. ഈ മനോഭാവം ബന്ധത്തെ സന്തോഷപൂർണ്ണമാക്കും, ഒപ്പം അവൾ നിന്നെ സ്വയം ടെക്സ്റ്റ് ചെയ്യാനോ വിളിക്കാനോ തുടങ്ങും. ഭയമില്ലാതെ ദുർബലത കാണിക്കുക. നിന്റെ താൽപ്പര്യം കാണിക്കുന്നത് അമിതമാണ് എന്ന ഭയം നിന്റെ ആത്മവിശ്വാസത്തെ ദുർബലപ്പെടുത്തും. പകരം യഥാർത്ഥമായി നിന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കുക. നിന്റെ ആശയവിനിമയം അവളുടെ ജീവിതത്തിൽ ശ്രദ്ധയും താൽപ്പര്യവും കാണിക്കുന്നതാകണം, പക്ഷേ പ്രതീക്ഷകളില്ലാതെ. ഈ യഥാർത്ഥത നിന്റെ ആന്തരിക ശക്തിയെ പ്രതിഫലിപ്പിക്കും, ഒപ്പം അവളെ ആകർഷിക്കും. നിന്റെ ധൈര്യം ബന്ധത്തെ ആഴമേറിയതാക്കും, കാരണം നിന്റെ ആശയവിനിമയം അവളുടെ മറുപടിയെ ആശ്രയിക്കുന്നില്ല. ഈ ആത്മവിശ്വാസം അവൾക്ക് വിശ്വാസവും സന്തോഷവും നൽകും, ഒപ്പം നിന്റെ സാന്നിധ്യത്തെ വിലമതിക്കാൻ പ്രേരിപ്പിക്കും. നിന്റെ യഥാർത്ഥത അവളെ നിന്നെ സമീപിക്കാൻ പ്രോത്സാഹിപ്പിക്കും. അസാന്നിധ്യത്തിന്റെ ഒരു ബോധം സൃഷ്ടിക്കുക. നീ എപ്പോഴും ലഭ്യമാണെങ്കിൽ നിന്റെ സാന്നിധ്യത്തിന്റെ മൂല്യം അവൾക്ക് മനസ്സിലാകില്ല. നിന്റെ ആശയവിനിമയത്തിൽ ഇടവേളകൾ നൽകുക. ഈ അസാന്നിധ്യം അവൾക്ക് നിന്നെ ഓർക്കാൻ അവസരം നൽകും. നിന്റെ സമയം വിലപ്പെട്ടതാണ്. ഈ ആന്തരിക നിയന്ത്രണം നിന്റെ പ്രവൃത്തികളിലൂടെ കാണിക്കുക. ഈ ഇടവേളകൾ അവളെ നിന്നെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കും, ഒപ്പം നിന്റെ സാന്നിധ്യത്തെ വിലമതിക്കാൻ സഹായിക്കും. നിന്റെ ശാന്തതയും ആന്തരിക നിയന്ത്രണവും അവളെ ആകർഷിക്കും, കാരണം നിന്റെ സമയവും ശ്രദ്ധയും അമൂല്യമാണ്. ഈ മനോഭാവം ബന്ധത്തെ ആകർഷകമാക്കും, അവൾ നിന്നെ സ്വയം ടെക്സ്റ്റ് ചെയ്യാനോ വിളിക്കാനോ തുടങ്ങും. നിന്റെ സാന്നിധ്യം അവൾക്ക് ഒരു അനുഭവമായി തോന്നും, ഒപ്പം നിന്റെ അസാന്നിധ്യം അവളെ നിന്നിലേക്ക് വലിക്കും. നിന്റെ സ്വന്തം മൂല്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിന്റെ ശ്രദ്ധ അവളുടെ മറുപടിയിൽ മാത്രമാണെങ്കിൽ നീ അവളെ പിന്തുടരുകയാണ്, ഒപ്പം നിന്റെ ആത്മവിശ്വാസം കുറയുകയാണ്. പകരം നിന്റെ സ്വന്തം മൂല്യം വർദ്ധിപ്പിക്കുക. നിന്റെ ലക്ഷ്യങ്ങൾ, ആരോഗ്യം, ഹോബികൾ, സൗഹൃദങ്ങൾ. നിന്റെ ജീവിതം സമ്പന്നമാക്കുക, പുതിയ കഴിവുകൾ പഠിക്കുക, ശാരീരിക ശക്തി വർദ്ധിപ്പിക്കുക, നിന്റെ സ്വപ്നങ്ങൾ പിന്തുടരുക. ഈ ആന്തരിക വളർച്ച നിന്നെ ആകർഷകനാക്കും, കാരണം നിന്റെ സന്തോഷം അവളെ ആശ്രയിക്കുന്നില്ല. നിന്റെ ആശയവിനിമയം അർത്ഥവത്തും പ്രതീക്ഷകളില്ലാത്തതുമാകണം. നിന്റെ ജീവിതം നിന്റെ മൂല്യത്തിന്റെ തെളിവാണ്. നീ ഒരു പൂർണ്ണ വ്യക്തിയാണ്. ഈ ആത്മവിശ്വാസം അവളെ ആകർഷിക്കും, ഒപ്പം അവൾ നിന്നെ സ്വയം ടെക്സ്റ്റ് ചെയ്യാനോ വിളിക്കാനോ തുടങ്ങും, കാരണം നിന്റെ ജീവിതം അവൾക്ക് ആകർഷകമാണ്. ഫലത്തിൽ നിന്ന് വിട്ടുനിൽക്കുക. നിന്റെ മൂല്യം അവളുടെ മറുപടിയെ ആശ്രയിക്കരുത്. നിന്റെ ആശയവിനിമയം യഥാർത്ഥവും ഊഷ്മളവുമായിരിക്കണം, പക്ഷേ അവളുടെ മറുപടിക്കായി കാത്തിരിക്കുന്നത് നിന്റെ ശാന്തി നഷ്ടപ്പെടുത്തും. പകരം ഫലത്തിൽ നിന്ന് വിട്ടുനിൽക്കുക. അവൾ മറുപടി നൽകിയാലും ഇല്ലെങ്കിലും നിന്റെ മൂല്യം മാറുന്നില്ല. ഈ ആന്തരിക ശാന്തി നിന്നെ ആത്മവിശ്വാസിയാക്കും, ഒപ്പം നിന്റെ ഊർജ്ജം അവളെ ആകർഷിക്കും. നിന്റെ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിന്റെ ലക്ഷ്യങ്ങൾ, സന്തോഷം, വളർച്ച. ഈ ശക്തി അവളെ നിന്റെ സാന്നിധ്യത്തിലേക്ക് വലിക്കും, കാരണം നിന്റെ ആത്മവിശ്വാസം അസാധാരണമാണ്. അവൾ നിന്നെ സ്വയം വിളിക്കാനോ ടെക്സ്റ്റ് ചെയ്യാനോ തുടങ്ങും, കാരണം നിന്റെ ഊർജ്ജം അവൾക്ക് ആനന്ദവും വിശ്വാസവും നൽകുന്നു. ഈ മനോഭാവം ബന്ധത്തെ സ്വാഭാവികവും ആകർഷകവുമാക്കും. ഒരു സ്ത്രീ നിന്നെ ദിവസവും വിളിക്കാനും ടെക്സ്റ്റ് ചെയ്യാനും ആഗ്രഹിക്കണമെങ്കിൽ നിന്റെ ആന്തരിക ശക്തിയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുക. ഈ ഉപദേശങ്ങൾ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും. നിന്റെ ശാന്തതയും ആന്തരിക നിയന്ത്രണവും അവളെ ആകർഷിക്കും, ഒപ്പം ബന്ധത്തെ ആഴമേറിയതാക്കും. ഈ ഉപദേശങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉപയോഗിക്കുക. ഒരു ആകർഷകനും ആത്മവിശ്വാസിയുമായ വ്യക്തിയായി മാറുക. നിന്റെ ജീവിതം സമ്പന്നമാക്കൂ, ഒപ്പം ആരോഗ്യകരവും സന്തോഷപൂർണവുമായ ബന്ധങ്ങൾ സൃഷ്ടിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം.